ഹായ് ഗൈസ്, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ഏറ്റവും വലിയൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇസ്രായേലിന് പ്രത്യേകം തയ്യാറാക്കിയ ബോംബുകളും മിസൈലുകളും ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അടുത്തതായിട്ട് ഏറ്റവും വലിയ റിപ്പോർട്ട് പറയുന്നത് എന്താ വെച്ചാൽ, അതായത് ഹമാസ് ഈ ഒരു അറ്റാക്കിന്റെ പിന്നിൽ, ഈ പെഹൽവാൻ അറ്റാക്കിന്റെ പിന്നിൽ ഹമാസിന്റെ പിന്തുണ ഏറ്റവും കൂടുതൽ ഉള്ളതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് മാത്രമല്ല, മറ്റു കുറേ അപ്ഡേറ്റുകൾ ഉണ്ട്. എല്ലാം ഒരുമിച്ച് നോക്കാം. ഇപ്പോൾ വീഡിയോയിട്ട് കിടക്കാം, സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു അറ്റാക്കിലൂടെ നമുക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിലുള്ള 0.1% ആൾക്കാരുടെ എവിടെയാണ്, അവർ എന്തൊക്കെയാണ് ഇവിടെ നടത്താൻ സാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. അതായത് ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള പ്രശ്നം, അതായത് ലോകത്തെ ഏതെങ്കിലും രാജ്യത്ത് അത്രയും വലിയൊരു പ്രചരണം ഈവൻ ഗാസയിൽ പോലും നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ത്യയിൽ നടത്തിയ അതേ ടീംസ് ഒന്നും തന്നെ ഓൾ ഐസ് ഓൺ, അതായത് ഈ പെഹൽവാനോ അല്ലെങ്കിൽ കാശ്മീരോ അല്ലെങ്കിൽ ഇന്ത്യ എന്നോ ഒരു പോസ്റ്ററുകളും അങ്ങനെ കണ്ടില്ല. അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിലും ഇവിടെ ചർച്ച ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. അതായത് അവർക്ക് ഇന്ത്യ അല്ല രാജ്യം, അവരുടെ രാജ്യം ഗസയാണെന്ന്. അപ്പോൾ എനിക്കുള്ള സംശയം എന്താ വെച്ചാൽ, പിന്നെ എന്തിനാ ഇന്ത്യ നിൽക്കുന്നത്? അങ്ങ് ഗസയിലോട്ട് അങ്ങ് കെട്ടിപ്പെറുക്കി പോയാൽ പോരെ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയാൽ പോരെ. നിങ്ങൾക്ക് ആവശ്യമുള്ള രണ്ട് രാജ്യവും അവിടെ ഉണ്ട്, അങ്ങോട്ട് പോയി നിന്നാൽ പോരെ. ഇനി അടുത്തൊരു വലിയൊരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് വെച്ചാൽ, അതായത് കണ്ടതിനും പിടിച്ചതിനും എല്ലാം തന്നെ ഒരു മെഗാ റാലി കോഴിക്കോട് നടക്കുന്ന കുറെ ടീംസ് ഉണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം അവരും മൗനം കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അതായത് ഈ ഒരു പ്രശ്നം വലുതായി അടി കിട്ടിക്കഴിഞ്ഞാൽ അടി കിട്ടുന്നത് അവർക്ക് പിന്തുണയ്ക്കുന്ന ഒരു രാജ്യത്തിനാണെന്നുള്ളത് അവർക്ക് നല്ലവണ്ണം അറിയാം. അതായത് ഗസയിലൊരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു റാലി നടത്തി. എന്തിന്റെ കാര്യം? അതായത് ഇന്ത്യയും ഗസയുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവുമില്ല. അതായത് ഗസ എന്ന് പറയുന്ന രാജ്യത്തിനെ തന്നെ വേൾഡ് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് ഇവിടെ ഒരു റാലി നടത്തുന്നത്. അതേ സെയിം ടീംസ് എന്തുകൊണ്ട് കാശ്മീരിനെ, അതായത് ഞങ്ങൾ കാശ്മീരിനൊപ്പം നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പാകിസ്ഥാനെ അടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റാലി നടത്താൻ മടിക്കുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം അജണ്ട എന്താണെന്ന് ഇതിലൂടെ എങ്ങനെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലോട്ട് നോക്കുകയാണെങ്കിൽ, അതായത് ഹമാസ് ഈ ഒരു അറ്റാക്കിന്റെ പിന്നിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചതായിട്ട് പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. കാരണം അതായത് ഈ ഒരു അറ്റാക്കും ഒക്ടോബർ 7 നടന്ന അറ്റാക്കും നിങ്ങൾ എടുത്തു നോക്ക്, രണ്ടും സെയിം മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ ഒറ്റൊരു കാര്യം മാത്രം അവർ വിട്ടുവെച്ചു. അതെന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഹമാസ് തീവ്രവാദികൾ കുറെ പാവപ്പെട്ട ജനങ്ങളെ അവർ പിടിച്ചുകൊണ്ട് പോയിട്ട് നെഗോസിയേഷന് വേണ്ടി അവർ നടത്തി. പക്ഷെ ഇവിടെ അവർക്ക് പിടിച്ചുകൊണ്ട് പോകാൻ, അതായത് ബോർഡർ കിടക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കും എന്ത് തന്നെയാണെങ്കിലും അവർ അത് മാത്രം ചെയ്തില്ല. പക്ഷെ അതേപോലെ തന്നെ ഉള്ളിൽ വന്ന് പാവപ്പെട്ട ജനങ്ങളെയാണ് കൊന്നത്. ഇതേപോലെ തന്നെയാണ് ഹമാസും, ഇതേ മെത്തേഡ് തന്നെയാണ് ഹമാസും ഉപയോഗിച്ചത്. ഇനി അടുത്ത സംശയം ഹമാസിനോട്ട് ഉയർന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് 2 മാസം മുമ്പ് ഇതേ സെയിം ചാനൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി, നമ്മൾ ഹമാസിനെ കുറിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹമാസ് POK, അതായത് നമ്മുടെ ഭൂമിയിൽ വന്നിട്ട് നമുക്കെതിരെ തന്നെ അതായത് ഈ ഓരോ കാര്യങ്ങളെല്ലാം നടത്തിയതും റാലി നടത്തിയതും അതായത് വീഡിയോസും ഫോട്ടോസും എല്ലാം പുറത്തു വന്നതാണ്. അപ്പോൾ ഈ തീവ്രവാദികളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തിയ ഒരു അറ്റാക്ക് ആവാനാണ് സാധ്യതകൾ കൂടുതൽ എന്നാണ് പറയുന്നത്. അടുത്തത്, അമേരിക്കയുടെ ഒരു ഇമ്പോർട്ടന്റ് എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ വന്നു പോയതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പലരും പറയുന്ന വെപ്പൺസ് ആവാൻ സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ആരും കൺഫേം ചെയ്തിട്ടില്ല. കാരണം അമേരിക്കയുടെ എയർക്രാഫ്റ്റ് വന്നു പോയതിന്റെ അതായത് ന്യൂസ് ഉണ്ടെന്നല്ലാതെ എന്തായിരിക്കുമെന്ന് ഇതുവരെയും ഒരു ഐഡിയമില്ല. അടുത്തതായിട്ട് ലോകത്തുള്ള പല രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇസ്രായേലും അതുപോലെ തന്നെ റഷ്യയും നമുക്ക് ഫുൾ പിന്തുണയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. റഷ്യ തുടക്കം തൊട്ടേ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ്. ഇസ്രായേലും നമുക്ക് ഇതിനു മുമ്പുള്ള എല്ലാ യുദ്ധങ്ങളിലും, അതായത് റഷ്യൻ നമ്മളുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, പക്ഷെ ഇസ്രായേലും നമ്മളുമായിട്ട് വലിയ റിലേഷൻ ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് പോലും അവരാണ് നമ്മളെ തുടക്കം തൊട്ട് സഹായിച്ചത്. ആ രാജ്യം ഇപ്പോൾ വീണ്ടും സഹായമായിട്ട് നമുക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും വിശ്വസിക്കാൻ പറ്റിയ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് റഷ്യയും ഇസ്രായേലും തന്നെയാണ്. അമേരിക്കനെ നമ്മൾ ഈ വട്ടം വിശ്വസിക്കുന്നുണ്ടെങ്കിലും അമേരിക്ക എപ്പോൾ കാലം മാറുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിൽ നിന്നും ഒരു എയർക്രാഫ്റ്റ് വന്നു പോയതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു. അപ്പോൾ ഇതിൽ ഏകദേശം എല്ലാവരും സൂചിപ്പിക്കുന്ന എന്താ വെച്ചാൽ, അതായത് പ്രിസിസീവ് മിസൈലുകളും അതുപോലെ തന്നെ ഗൈഡഡ് ബോംബ്സുകളുമാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ ഗൈഡഡ് ബോംബ്സും അതുപോലെ തന്നെ ഈ മിസൈലുകളെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇസ്രായേൽ കൂടുതലായിട്ടും മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ സാധനങ്ങളെല്ലാം തന്നെ നല്ല എഫക്റ്റീവാണ് എന്നുള്ള കാര്യം നമുക്ക് ഇസ്രായേൽ ഗസ വാറിൽ തെളിയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറും ഈ മിസൈലുകളും ടാങ്കുകളും മാത്രം നമ്മൾ ആശ്രയിക്കാതെ ഇങ്ങനെയുള്ള ബോംബുകളും നമ്മൾ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കേസ് നമ്മൾ എന്തായാലും പാകിസ്ഥാനെ അടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇതൊരു സഹായം തരും. അതുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിൻ്റെ അടുത്ത് നിന്ന് ഈ ബോംബ്സുകൾ ഇപ്പോൾ വരുത്തിച്ചിരിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഇതിനും
ഒരു റാലി നടത്താനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അത് ഇസ്രായേലിന്റെ ഒരു സാധനവും നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നടക്കുന്ന ടീംസ് നമ്മുടെ നാട്ടിൽ കുറെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കരുത്, യുദ്ധത്തിൽ തോറ്റാലും ശരിയാ, നമ്മൾ ഇസ്രായേലിനെ സഹായം വേണ്ട എന്ന് ആവശ്യപ്പെടണം എന്ന് പലരും നമ്മുടെ നാട്ടിൽ പറയും. പക്ഷെ അവരൊന്നും പറയുന്ന ഇവിടെ വില പോവില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്.